الناس أوصيكم عباد الله وإياي أولا بتقوى الله وأقيموا الصلاة وآتوا الزكاة ولا تكونوا من المشركين. قال الله تعالى في قرآنه الكريم: سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. صدق الله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ചിട്ടയോടെ മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടാൻ നാം ഓരോരുത്തരെയും അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹുവിൻ്റെ മഹത്തായ ഫളല് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഇതുപോലെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. റജബ് മാസവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കഴിഞ്ഞ ഖുതുബയിൽ പരാമർശിച്ചിരുന്നു. കുറച്ചുകൂടി കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അറിയണം, മനസ്സിലാക്കണം എന്ന് ചില സഹോദരങ്ങൾ ആവശ്യപ്പെടുകയുണ്ടായി. അതിനാൽ റജബ് മാസത്തിൻ്റെ പ്രത്യേകത വിശുദ്ധ ഖുർആൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം എന്നതാണ് ഈ ഖുതുബയിലൂടെ ഉദ്ദേശിക്കുന്നത്. റജബ് മാസത്തിന് പവിത്രതയുണ്ടോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഉണ്ട് എന്നാണ്. വിശുദ്ധ ഖുർആനിലെ സൂറ തൗബയിലെ 36-ാമത്തെ ആയത്ത് ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ പാരായണം ചെയ്തിരുന്നു, അർത്ഥസഹിതം അത് വിശദീകരിച്ചിരുന്നു. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാസങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ട് മിൻഹാ അർബഅത്തുൻ ഹുറും എന്ന് പറയുന്നുണ്ട്. 4 മാസങ്ങൾ ഹുറും ആണ്. ഹുറും എന്ന വാക്കിൻ്റെ അർത്ഥം പവിത്രതയുള്ളത്, ശ്രേഷ്ഠതയുള്ളത് എന്നാണ്. അതിൽ 4 മാസം പവിത്രമാണ് എന്ന് വളരെ വ്യക്തമായി അള്ളാഹു തന്നെ പറഞ്ഞിരിക്കുന്നു. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ ഹജ്ജത്തുൽ വിദാ അഥവാ വിടവാങ്ങൽ പ്രഭാഷണം, ആ വിടവാങ്ങൽ പ്രഭാഷണത്തിൽ സഹാബിമാരോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിൽ അദ്ദേഹം ഈ 4 മാസങ്ങളെ സംബന്ധിച്ചും പ്രത്യേകമായി പറയുന്നുണ്ട്. 4 മാസങ്ങൾ പവിത്രമാണ്. അതിൽ 3 തുടർച്ചയായി വരുന്നു. ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, അത് തുടർച്ചയായി വരുന്നു. 4-ാമത്തെ മാസം ജമാദുൽ ഉഖ്റയുടെയും ഷഅബാൻ്റെയും ഇടയിൽ ഉള്ളതാണ്. ബുഖാരി മുസ്ലിമൊക്കെ ഉദ്ധരിച്ച മുത്തഫഖുൻ അലൈഹി പ്രാമാണികമായ ഹദീസാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വിദാഇലെ പ്രഭാഷണത്തിൽ അദ്ദേഹം ഊന്നി പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റുകളിൽ ഒരു പോയിന്റാണ് പവിത്രമാസങ്ങളെ ആദരിക്കണം. ആ പവിത്രമാസങ്ങൾ ഏതൊക്കെ എന്ന് അദ്ദേഹം പറഞ്ഞത് തുടർച്ചയായി വരുന്ന 3 മാസങ്ങൾ ജമാദുൽ ഉഖ്റയുടെയും ശഅബാന്റെയും ഇടയിൽ വരുന്ന മാസം. ജമാദുൽ ഉഖ്റയുടെയും ശഅബാന്റെയും ഇടയിൽ വരുന്ന മാസം റജബാണ്. ഈ 4 മാസങ്ങൾ പവിത്രമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് ഖുർആന്റെയും സുന്നത്തിൻ്റെയും അതിലൊക്കെ സ്ഥിരപ്പെട്ടു വന്ന വളരെ പ്രാമാണികമായ സംഗതിയാണ്, നിഷേധിക്കാൻ സാധ്യമല്ല. രണ്ടാമതായി, ഈ പവിത്രത കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഈ പവിത്രത? ഈ 4 മാസങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ പദവി അല്ലെങ്കിൽ പവിത്രത, ഹുറും എന്ന സ്ഥാനം നൽകുവാനുള്ള കാരണം എന്ത്? ഇതാണ് രണ്ടാമത്തെ ഒരു സംശയം അല്ലെങ്കിൽ ചോദ്യം. ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ അതിനെ സംബന്ധിച്ച് ഒരു ചെറിയ പരാമർശം നടത്തിയിരുന്നു. യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ടു എന്നതാണ് ഈ മാസങ്ങളുടെ പ്രത്യേകത. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധമെന്നത് അതിൻ്റെ സങ്കല്പത്തിൽ ഇല്ല. ഇസ്ലാം എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം സമാധാനം എന്നാണ്. അത് സമാധാനം ആഗ്രഹിക്കുന്നു. യുദ്ധം എന്തിന് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം സമാധാനത്തെ സ്ഥാപിക്കാൻ, അരക്ഷിതരായ ജനസമൂഹത്തെ രക്ഷപ്പെടുത്താൻ, അപകടത്തിൽപ്പെട്ട ഒരു സമൂഹത്തെ കരകയറ്റാൻ. ആയുധം എടുക്കേണ്ടി വന്നാൽ ആയുധം എടുക്കണം. അല്ലാതെ കലാപമുണ്ടാക്കാൻ, ഫിത്തിനയുണ്ടാക്കാൻ, കൊള്ളയടിക്കാൻ, വെട്ടിപ്പിടിക്കാൻ ഇസ്ലാം യുദ്ധം ചെയ്തിട്ടില്ല. അത്തരം യുദ്ധങ്ങളെ വിശുദ്ധ ഖുർആനിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടില്ല. അത് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം യുദ്ധം തന്നെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. ഇസ്ലാം എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം സമാധാനമെന്നാണ്. പക്ഷേ നിങ്ങൾ ലോക ചരിത്രം പഠിക്കുകയാണെങ്കിൽ യുദ്ധം നടക്കാത്ത ഒരു നൂറ്റാണ്ടും കഴിഞ്ഞു പോയിട്ടില്ല എന്ന് കാണാൻ കഴിയും. അതിഭയാനകമായ ഭീകരമായ യുദ്ധങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം ന്യായമാകാം, അന്യായമാകാം. അത് രാഷ്ട്രീയമായ, രാജ്യവുമായി ബന്ധപ്പെട്ട, പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. യുദ്ധം നടക്കാത്ത ഒരു നൂറ്റാണ്ട് ലോക ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല. ഇപ്പോഴും യുദ്ധം നടക്കുന്നു. യുക്രൈൻ, ഫലസ്തീൻ, അങ്ങനെ പല പ്രദേശങ്ങളിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഈ യുദ്ധത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ 4 മാസക്കാലം ആയുധം താഴെ വയ്ക്കണം അല്ലാഹ് പറയാണ്. ഈ 4 മാസക്കാലം ആയുധം താഴെ വയ്ക്കുമ്പോൾ സ്വാഭാവികമായി അവിടെ എന്താ സംഭവിക്കുക? മനുഷ്യരുടെ, യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളുടെ, യോദ്ധാക്കളുടെ, അതിനെ ചുക്കാൻ പിടിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ അനുരഞ്ജനത്തിൻ്റെ, രഞ്ജിപ്പിൻ്റെ, സന്ധിയുടെ ഒരു മാനസികാവസ്ഥ ഉണ്ടായേക്കാം. 4 മാസക്കാലം ആയുധം താഴെ വയ്ക്കുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കാം. അങ്ങനെ സംഭവിക്കണം എന്ന് അല്ലാഹ് ആഗ്രഹിക്കുന്നു, ഉദ്ദേശിക്കുന്നു. സമാധാനത്തിലേക്ക് വരട്ടെ, സന്ധിയിലേക്ക് വരട്ടെ, രഞ്ജിപ്പിലേക്ക് വരട്ടെ, ആയുധം താഴെ വയ്ക്കട്ടെ, ചർച്ചയിലൂടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടട്ടെ. ഇത് പടച്ചവൻ ആഗ്രഹിക്കുന്നു. ഇത് പടച്ചവൻ്റെ, മനുഷ്യരുടെ മനസ്സുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ്. അതറിയുന്നവൻ പടച്ചവനാണ്. അതുകൊണ്ട് അള്ളാഹു 4 മാസക്കാലത്തെ യുദ്ധം നിഷിദ്ധമാക്കി വച്ചു എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം ഈ 4 മാസക്കാലം യുദ്ധം നിർത്താൻ പറയുമ്പോൾ യുദ്ധം എന്നതിന് വിശാലമായ അർത്ഥങ്ങളുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും നമുക്കിപ്പോൾ യുദ്ധമില്ലല്ലോ, നമ്മൾ ജീവിക്കുന്നത് ഇവിടെയല്ലേ, നമ്മളിപ്പോൾ ആരും ആയുധം എടുക്കാറില്ല. അപ്പം നമ്മളുമായിട്ട് എന്ത് ബന്ധം ഈ ആയത്തിന്, ഈ മാസങ്ങൾക്ക് എന്ന് സ്വാഭാവികമായി ചിന്തിക്കാം. ബന്ധമുണ്ട്. യുദ്ധം എന്ന് പറയുമ്പോൾ ആയുധം കൊണ്ട് മാത്രമല്ല യുദ്ധം നടക്കുക. വാൾപ്പയറ്റുണ്ട്, വാക്പയറ്റുണ്ട്. വാക്കുകൾ കൊണ്ടുള്ള യുദ്ധമുണ്ട്. മറ്റുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിക്കുക, മറ്റുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന, മുറിവുണ്ടാക്കുന്ന വർത്തമാനങ്ങൾ പറയുക, ഇതൊക്കെ വാക്പയറ്റാണ്.
അന്യോന്യം പക വച്ചു പുലർത്തുക, വിദ്വേഷം വച്ചു പുലർത്തുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, തമ്മിൽ തല്ലുക, കലഹമുണ്ടാക്കുക. അത് കുടുംബത്തിൻ്റെ അകത്താകാം, പുറത്താകാം, സുഹൃത്തുക്കൾക്കിടയിലാകാം. ഇതൊക്കെ അവസാനിപ്പിക്കേണ്ട മാസം. അല്ലാതെ ആയുധം താഴെ വച്ചിട്ട് പട്ടാളക്കാർ മാത്രം ആദരിക്കേണ്ട മാസം എന്നല്ല ഇതിൻ്റെ അർത്ഥം. നമ്മളൊക്കെ ആദരിക്കേണ്ട മാസമാണ്. എങ്ങനെ? എല്ലാം നിർത്തണം. എല്ലാ തരത്തിലുള്ള വഴക്കും, അതേപോലെ ദേഷ്യവും, അതേപോലെ തമ്മിൽ തല്ലും, വൈരാഗ്യവും, കലഹവും, അങ്ങനെ കുറേ സംഗതികളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ നിർത്തിവെക്കേണ്ട മാസം. സമാധാനത്തിലേക്ക്, സാഹോദര്യത്തിലേക്ക്, സഹിഷ്ണുതയിലേക്ക്, സഹവർത്തിത്വം, അതിലേക്ക് സഹാനുഭൂതി, അതിലേക്ക് നമ്മൾ വരേണ്ട മാസം. അതാണ് റജബ് മാസത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. അപ്പോൾ ഈ റജബ് മാസം പവിത്രമാണ്. ആ മാസത്തിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. ഞാൻ ഓതി വച്ച ആയത്തിൽ ആ മിൻഹ അർബഅത്തുൻ ഹുറും എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ഫലാ തുദ്ലിമു ഫീഹിന്ന അൻഫുസകും. 36-ാമത്തെ സൂറത്ത് തൗബയിലെ 36-ാമത്തെ ആയത്താണ്. അതൊരു വലിയ ആയത്താണ്. അവിടെ തന്നെ അല്ലാഹ് പറയുന്നു, ഫലാ തുദ്ലിമു ഫീഹിന്ന അൻഫുസകും. ഈ മാസത്തിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിക്കരുത്. ഞാൻ എന്നോട് തന്നെ അക്രമം പ്രവർത്തിക്കരുത്. അതെന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ഞാൻ ആദ്യം പറഞ്ഞ ആശയമാണ്. വഴക്കടിക്കരുത്, പ്രശ്നം ഉണ്ടാക്കരുത്, കലഹിക്കരുത്. അപ്പം ഞാൻ എന്നോട് തന്നെ അക്രമം പ്രവർത്തിക്കരുത്. വളരെയധികം സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു മാസമാണ് എന്നർത്ഥം. തെറ്റിലേക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും ഇങ്ങനെ തന്നെയാണ്, തെറ്റ് ചെയ്യാൻ പാടില്ല, ഹറാം. പക്ഷേ കുറച്ചുകൂടി സൂക്ഷിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട മാസം എന്നതാണ് ഈ മാസത്തിൻ്റെ സവിശേഷത, പ്രത്യേകത. ഇനി യുദ്ധം നിഷിദ്ധമാക്കൽ മാത്രമല്ല, ഈ മാസത്തിന്, ഈ മാസങ്ങൾക്ക് പവിത്രത സങ്കല്പിക്കാനായിട്ട് മറ്റൊരു ആശയം കൂടി തഫ്സീർ ഇബ്നു കസീറിൻ്റെ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീർ, ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥം. ആ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നത് ഹജ്ജുമായി ബന്ധപ്പെട്ട്, അഥവാ ഹജ്ജിന് വേണ്ടി ലോക മുസ്ലിങ്ങൾ ഒരുങ്ങുന്ന ചില മാസങ്ങളുണ്ട്. ദുൽഖഅദ്, ദുൽഹിജ്ജ, അതുപോലെ മുഹറം. ദുൽഹിജ്ജ മാസത്തിലാണ് ഹജ്ജ് നടക്കുന്നത്. ദുൽഖഅദ് ആകുമ്പോഴേക്കും ഒരുക്കങ്ങളൊക്കെ തുടങ്ങും. ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം മാസത്തിലാണ് ഹാജിമാർ തിരിച്ചു പോകുന്നത്, നാട്ടിലേക്ക് വന്ന അവരുടെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. ദുൽഖഅദ് മാസത്തിൽ അവർ ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നു. ദുൽഹജ്ജ് മാസത്തിൽ ഹജ്ജ് നിർവഹിക്കുന്നു. മുഹറം മാസം ആകുമ്പോഴേക്കും അവരെ നാട്ടിലേക്ക് തിരിച്ച് എത്തുന്നു. അപ്പോൾ ഹാജിമാർക്ക് സഞ്ചരിക്കാനായിട്ട് അവരുടെ ആ യാത്രാ സൗകര്യങ്ങൾ, അവിടെ തടസ്സങ്ങളൊന്നും ഉണ്ടാകരുത്. അവർക്ക് വഴി സൗകര്യം ലഭിക്കണം. യുദ്ധം അതുകൊണ്ട് നിർത്തിവെക്കണം. സംഘർഷങ്ങൾ, പ്രശ്നങ്ങളൊക്കെ നിർത്തിവെക്കണം. ഹാജിമാർക്ക് സഞ്ചരിക്കാൻ പാത ഒരുക്കപ്പെടണം. അതിനു വേണ്ടിയിട്ടാണ് ഈ 4 മാസങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയത് എന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ വിവരിക്കുന്നുണ്ട്. അപ്പോൾ റജബ് മാസം, ഈ 3 മാസം ഹജ്ജിന് വേണ്ടിയാണെങ്കിൽ, റജബ് മാസവുമായി ബന്ധപ്പെട്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, പണ്ട് കാലത്ത് കഅബയുടെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തിയിരുന്നത് റജബ് മാസത്തിലാണ്. അപ്പോൾ ആ അറ്റകുറ്റപ്പണി നടത്തുമ്പോൾ പള്ളി ശുദ്ധീകരിക്കൽ പുണ്യമുള്ള കാര്യമാണ്. അത് കഅബയാകുമ്പോഴോ? അപ്പോൾ എല്ലാവർക്കും അതിൽ പങ്കാളിയാവണം. അറ്റകുറ്റപ്പണി നടത്തുമ്പോൾ, ശുദ്ധീകരിക്കുമ്പോൾ എല്ലാവർക്കും അതിൽ പങ്കാളിയാകണം. അതുകൊണ്ട് ആ മാസവും പവിത്രമാക്കപ്പെട്ടു എന്ന് അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ വിവരിക്കുന്നു. അപ്പോൾ പവിത്ര മാസമാണ്. ഈ മാസത്തെ നമ്മൾ ആദരിക്കണം. വമൻ യുഅല്ലം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ഈ പള്ളി പവിത്രമാണ്, അതുകൊണ്ട് പള്ളിയെ ആദരിക്കണം. പള്ളിയിൽ കയറുമ്പോൾ അതിൻ്റേതായ മര്യാദകളൊക്കെ ഉണ്ട്, നമുക്കറിയാലോ. അപ്പോൾ അള്ളാഹു ആദരിച്ചതിനെ നമ്മളും ആദരിക്കുക. അള്ളാഹു ആദരിച്ചതാണ് ഈ പള്ളിയെ. അതേപോലെ അള്ളാഹ് ആദരിച്ച മാസമാണ് റജബ് മാസം. ആ മാസത്തെ നമ്മളും ആദരിക്കുക. അതിൽ ഒരു സംശയവും ഇല്ല. ആദരവുണ്ട്, ബഹുമാനമുണ്ട്, പവിത്രതയുണ്ട്.
അതിൻ്റെ കാരണങ്ങളും ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു. പിന്നെ റജബ് മാസവുമായി ബന്ധപ്പെട്ട് മറ്റൊരു സംശയം ഇങ്ങനെയാണ്: റജബ് മാസത്തിൽ എന്തെങ്കിലും പ്രത്യേകമായ പുണ്യകർമ്മങ്ങൾ ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും പ്രത്യേകമാക്കപ്പെട്ട പുണ്യകർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ടോ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമാക്കിയിട്ടുണ്ടോ? റജബ് മാസത്തിൽ പ്രത്യേകമായ സുന്നത്താക്കപ്പെട്ട അമലുകൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടോ? ഇതാണ് പിന്നെ ഉണ്ടായിത്തീർന്ന പ്രധാനപ്പെട്ട ഒരു സംശയം. മഹാനായ ഇബ്നു ഹജർ അസ്കലാനി, അഹ്ലുസുന്ന വൽ ജമാഅത്തിലെ ശ്രദ്ധേയനായ പണ്ഡിതൻ, അദ്ദേഹം പറയുകയാണ്: ലം യരിദ് ഫീ ഫളി ഷഹ്രി റജബ്, റജബ് മാസത്തിൽ പ്രത്യേകമാക്കപ്പെട്ട ഒന്നും ഞാൻ കണ്ടിട്ടില്ല. വലാ ഫി സിയാമിഹി, അത് നോമ്പെടുക്കലാകട്ടെ, വലാ ഫി സിയാമി ഷൈഇൻ മിൻ മുഅയ്യ, പ്രത്യേകമായ ദിവസങ്ങളിൽ നോമ്പെടുക്കലാകട്ടെ, വലാ ഖിയാമി ലൈലത്തിൻ, രാത്രി ഇങ്ങനെ നിന്ന് നമസ്കരിക്കലാകട്ടെ, മഖ്സൂസ, പ്രത്യേകമായിട്ട് നമസ്കരിക്കലാകട്ടെ, അങ്ങനെ എന്തെങ്കിലും ഒരു പുണ്യമായ പ്രവൃത്തി ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഹദീസുൻ സഹീഹുൻ യസിലുഹു ലിൽ ഹുജ്ജ, ഈ പറയുന്ന കാര്യം തെളിവിന് വേണ്ടി നിങ്ങൾക്ക് ഉദ്ധരിക്കാം. ഞാൻ ഈ പറഞ്ഞ സംഗതിയെ തെളിവിന് വേണ്ടി നിങ്ങൾക്ക് ഉദ്ധരിക്കാമെന്ന് ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഷാഫിഈ മദ്ഹബിലെ ശ്രദ്ധേയനായ ഒരു ഇമാമാണ്, പണ്ഡിതനാണ്, ഖുർആൻ വ്യാഖ്യാതാവാണ്, അഹ്ലുസുന്ന വൽ ജമാഅയിലെ ശ്രദ്ധേയനായ ഇമാമാണ്, പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണിത്. കെട്ടിച്ചമച്ച ഒരുപാട് ഹദീസുകളൊക്കെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അതിലൊരു ഹദീസ് ഇങ്ങനെയാണ് കാണാനിടയായി. എന്താണ് അതിൻ്റെ ആശയം? മൻ യുബാരിക് നാസ് ബിഹാദ ഷഹർ റജബ് തുഹർരിമ അലൈഹിൻ നാർ. ഇതാണ് ഒരു ഹദീസ്. എന്താ അതിൻ്റെ അർത്ഥം? റജബ് മാസം ആയിട്ടുണ്ട് എന്ന് ജനങ്ങളെ ആരെങ്കിലും അറിയിച്ചാൽ അവന് നരകം നിഷിദ്ധമാക്കപ്പെട്ടു. അതുകൊണ്ട് ഈ വന്നിരിക്കുന്ന മെസ്സേജ് എല്ലാവർക്കും ഫോർവേഡ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് നരകം നിഷിദ്ധമാക്കപ്പെടും എന്ന രൂപത്തിൽ ഒരു ഹദീസ് ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. റജബ് മാസം ആയിട്ടുണ്ട് എന്ന് ആരെങ്കിലും അറിയിച്ചാൽ അവന് നരകം നിഷിദ്ധമാക്കപ്പെട്ടു. അപ്പം ഇങ്ങനെ ഒരുപാട് വ്യാജ ഹദീസുകളൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് റജബ് മാസവുമായി ബന്ധപ്പെട്ട്. അതൊക്കെ നമ്മൾ പ്രത്യേകമായി സൂക്ഷിക്കേണ്ടതാണ്. അങ്ങനെ ഒരു ഹദീസില്ല, മൗലു ആണ്. മൗലു എന്ന് പറഞ്ഞാൽ വ്യാജം, ചമയ്ക്കപ്പെട്ടത്, ആരോ നിർമ്മിച്ചത്. അത് പ്രവാചകന്റെ നേരെ അത് പ്രവാചകൻ പറഞ്ഞു എന്ന അർത്ഥത്തിൽ അങ്ങനെ പറയുന്നു. എന്നാൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? മൻ കദബ അലയ്യ, എൻ്റെ മേൽ ആരെങ്കിലും കള്ളം പറഞ്ഞാൽ, റസൂൽ പറയാത്ത കാര്യം പറഞ്ഞു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, മുതഅമ്മിദൻ ഫൽയതബവ്വ മഖ്അദഹു മിനന്നാർ, നരകത്തിലെ ഒരു സീറ്റ് അവൻ ബുക്ക് ചെയ്യട്ടെ. ഞാൻ പറയാത്ത ഒരു കാര്യം അത് എൻ്റെ പേരിൽ ഞാനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചാൽ, അപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. റസൂൽ പറയാത്ത ഒരു സംഗതി ഷെയർ ചെയ്യാൻ പാടില്ല. അതിൻ്റെ നിജസ്ഥിതി, ഈ ഹദീസ് സഹീഹാണോ, ഇത് യാഥാർത്ഥ്യമാണോ, സത്യസന്ധമാണോ എന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചതിന് ശേഷമേ അത് ഷെയർ ചെയ്യാൻ പാടുള്ളൂ. കിട്ടിയ പാടാന്ന് ഇരിക്കട്ടെ, എനിക്ക് നരകം നിഷിദ്ധമാക്കപ്പെടുമല്ലോ, അങ്ങനെ നിഷ്കളങ്കമായി ചിന്തിച്ചുകൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് നമുക്കങ്ങനെ സംഭവിക്കാൻ പാടില്ല. റജബ് മാസത്തിലെ പ്രത്യേകമായ പുണ്യപ്രവൃത്തികളെ സംബന്ധിച്ച് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു, ഇന്ന ഉമറ കാന യളിരിബു അഖ്ഫുന്നാസ ഫീ റജബിൻ, റജബ് മാസത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോട് ശക്തമായി കൽപ്പിക്കുമായിരുന്നു. എന്താണ് കൽപ്പിക്കുന്നത്? വയഖൂലു കുലു, അദ്ദേഹം പറയും, നിങ്ങൾ ആഹാരം കഴിക്കൂ. അങ്ങനെ പ്രത്യേകമാക്കപ്പെട്ട നോമ്പില്ല. ചില ആളുകളൊക്കെ, ചില നമ്മളെപ്പോലെയുള്ള ഒരു വിവരം അല്ലെങ്കിൽ അറിവ് ലഭിക്കാത്ത ആളുകൾ റജബ് മാസത്തിൽ പ്രത്യേകമാക്കപ്പെട്ട നോമ്പുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് നോമ്പെടുക്കുമ്പോൾ അദ്ദേഹം പറയും, കുലു ഫഇന്നമാ ഹുവ ശഹ്റുൻ കാനത് ഉലമുഹു അൽ ജാഹിലിയ. ജാഹിലിയ കാലഘട്ടത്തിൽ, എന്താണ് ഈ ജാഹിലിയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ?
ഇസ്ലാമിന് മുമ്പുള്ള കാലഘട്ടമാണ്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനാകുന്നതിന് മുമ്പുള്ള കാലഘട്ടം, അറിവില്ലായ്മയുടെ അജ്ഞതയുടെ ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ റജബ് മാസത്തിന് മക്കയിലെ ബഹുദൈവ ആരാധകർ പ്രത്യേകമായ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. അവരെന്തൊക്കെയോ ആചാരങ്ങളൊക്കെ ചെയ്തിരുന്നു. നമ്മളത് ചെയ്യേണ്ടതില്ല. അതുകൊണ്ട് നോമ്പെടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ നോമ്പെടുക്കുന്നത് തടസ്സമില്ല, പക്ഷെ പ്രത്യേകമായ പുണ്യമുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് നോമ്പെടുക്കേണ്ടതില്ല, നിങ്ങൾ ആഹാരം കഴിക്കുവിൻ എന്ന് അദ്ദേഹം ശക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോട് ആവശ്യപ്പെടുമായിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ റജബ് മാസത്തിൽ സുന്നത്താക്കപ്പെട്ട പ്രത്യേകമായ ഒരു അമല് ഇല്ല. ഇത് അഹ്ലുസുന്ന വൽ ജമാഅയുടെ നിലപാടാണ്. പണ്ഡിതന്മാർ ഏകോപിച്ചു പറഞ്ഞ കാര്യമാണ്. എന്നാൽ ചില ആളുകളൊക്കെ നോമ്പെടുക്കാറുണ്ട്. തിങ്കളാഴ്ച സുന്നത്തായ നോമ്പുണ്ട്, വ്യാഴാഴ്ച സുന്നത്താക്കപ്പെട്ട നോമ്പുണ്ട്, എടുക്കാം. എല്ലാ മാസവും 14, 13, 12, 13, 14 അയ്യാമുൽ ബീദ് എന്ന് പറയുക. ചന്ദ്രമാസത്തിൽ നിലാവുള്ള ദിവസങ്ങൾ മാസത്തിൽ അങ്ങനെ 3 നോമ്പ് സുന്നത്തുണ്ട്. അയ്യാമുൽ ബീദ്, തിങ്കൾ, വ്യാഴം, അങ്ങനെ കൃത്യമായി നോമ്പെടുക്കുന്ന സുന്നത്തായ നോമ്പെടുക്കുന്ന വിശ്വാസി സമൂഹം നമുക്കിടയിലുണ്ട്. അവർക്ക് അന്ന് നോമ്പെടുക്കാം. കാരണം അതൊക്കെ സുന്നത്താക്കപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്താക്കിയ നോമ്പുകളാണ്. അയ്യാമുൽ ബീദിലെ 3 നോമ്പ്, തിങ്കളാഴ്ച നോമ്പ്, വ്യാഴാഴ്ച നോമ്പ്, അതേപോലെ തന്നെ മുഹറം മാസം 9, 10 നോമ്പുകൾ, ദുൽഹജ്ജ് 9 അറഫ നോമ്പ്, ശവ്വാല് മാസത്തിലെ 6 നോമ്പ് പ്രബലമായ ഹദീസുകളാൽ സ്ഥിരപ്പെട്ട നോമ്പുകളാണ്. അത് എടുക്കാം. പക്ഷേ റജബ് മാസത്തിൽ അങ്ങനെ എടുക്കുന്നവർക്ക് എടുക്കാം. എങ്ങനെ? അയ്യാമുൽ ബീദിലെ നോമ്പ് എടുക്കുന്നവരുണ്ട് 3 എണ്ണം, അവർക്കെടുക്കാം. അതുപോലെ തിങ്കൾ, വ്യാഴം എടുക്കുന്നവരുണ്ട്, അവർക്കെടുക്കാം. അതല്ലാതെ പ്രത്യേകം റജബ് മാസം ആയതുകൊണ്ട് പ്രത്യേകമായിട്ട് പുണ്യമുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു നോമ്പ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാർ മുന്നോട്ട് വച്ചിട്ടില്ല. സ്ഥിരപ്പെട്ട അതുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകളൊക്കെ മൗലൂ അഥവാ തള്ളപ്പെടേണ്ടത്, വ്യാജം അല്ലെങ്കിൽ ദുർബലം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇനി റജബ് മാസവുമായി ബന്ധപ്പെട്ട മറ്റൊരു സംഗതി മിഅ്റാജ് എന്ന ഒരു സംഗതിയാണ്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജ് പോയിട്ടുണ്ട്. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ ആകാശയാത്ര. ഇസ്റാ, മിഅ്റാജ് എന്നാണ് പറയുക. ഞാനിവിടെ ഓതി വച്ചത് അതുമായി ബന്ധപ്പെട്ട ആയത്താണ്. സൂറത്ത് ഇസ്റായിലെ 1-ാമത്തെ ആയത്ത്. ഇസ്റാ മിഅ്റാജ് യാത്ര ഒരു സത്യമാണ്. ഇസ്റാ എന്ന വാക്കിൻ്റെ അർത്ഥം രാത്രിയുള്ള യാത്ര എന്നാണ്. രാത്രിയുള്ള യാത്രയ്ക്ക് അറബിയിൽ പറയുന്ന പേരാണ് ഇസ്റാ. മിഅ്റാജ് എന്ന വാക്കിൻ്റെ അർത്ഥം ആകാശയാത്ര എന്നാണ്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ അദ്ദേഹത്തിൻ്റെ പ്രബോധന കർമ്മങ്ങളൊക്കെ നിർവഹിച്ചു കൊണ്ടിരിക്കാതെ ഹിജറയ്ക്ക് ഏതാണ്ട് 1 വർഷം മുമ്പ് പലായനത്തിന് അഥവാ മദീനയിലേക്കുള്ള പലായനത്തിന് 1 വർഷം മുമ്പ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹ് കൊണ്ടുപോയി. ഇതാ സൂറത്ത് ഇസ്രായിലെ 1-ാമത്തെ ആയത്ത്. സുബ്ഹാനല്ലദീ, എത്രയോ പരിശുദ്ധനാണ്, അസ്റാ ബി അബ്ദിഹി, തൻ്റെ അടിമയെ അവൻ കൊണ്ടുപോയി, ലൈലൻ ഒരു രാത്രി, മിനൽ മസ്ജിദുൽ ഹറാമി, മസ്ജിദുൽ ഹറാമിൽ നിന്ന് അഥവാ കഅബ ഉൾക്കൊള്ളുന്ന ആ പള്ളി, കഅബയുള്ള ആ പള്ളി അഥവാ കഅബ, അവിടെ നിന്ന് അള്ളാഹ് കൊണ്ടുപോയി ഇലൽ മസ്ജിദുൽ അഖ്സ, ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയി. അല്ലദീ ബാറക്നാ ഹൗലഹു, ആ പ്രദേശത്തെ അല്ലാഹു അനുഗ്രഹിച്ചിരിക്കുന്നു. ലിനുരിയഹു, അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി, മിൻ ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ, ഇന്നഹു ഹുവ സമീഉൽ ബസീർ, അല്ലാഹു എല്ലാം കാണുന്നവനും എല്ലാത്തിനെ കുറിച്ച് ഉൾക്കാഴ്ചയുള്ളവനുമാകുന്നു. ഇതാണ് ആയത്ത്. അപ്പൊ ഇസ്റാ മിഅ്റാജ് സത്യമാണോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം എന്താ? സത്യമാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഖുർആൻ പറഞ്ഞു. അഥവാ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പടച്ചവൻ കൊണ്ടുപോവുകയാണ്. ഇത് നബി സ്വന്തം നിലയ്ക്ക് പോയതല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിശ്വസിക്കാം. ഇതെങ്ങനെ സാധിക്കും? കാരണം മക്കയിൽ നിന്ന് ഫലസ്തീൻ വരെ ഒരു രാത്രി കൊണ്ട് സഞ്ചരിക്കാൻ കഴിയില്ല. ഒട്ടകത്തിൻ്റെ പുറത്ത്, ഒട്ടകമല്ലാത്ത മറ്റൊരു വാഹനം അന്നില്ല. ഒട്ടകത്തിൻ്റെ പുറത്ത് സഞ്ചരിച്ചാൽ എത്തില്ല.
ഒരു ദിവസം കൊണ്ട് ഇഷ നമസ്കാരം കഴിഞ്ഞിട്ട് സുബഹി നമസ്കാരമായപ്പോൾ റസൂൽ അവിടെ ഉണ്ട്. എവിടെയുണ്ട്? മക്കയിലുണ്ട്. ഇഷ മുതൽ സുബഹി വരെയുള്ള സമയം, ആ സമയത്തിൻ്റെ ഉള്ളിൽ ഫലസ്തീൻ അവിടെ ചെല്ലുന്നു. 7 ആകാശം കടന്ന് അള്ളാഹുവിൻ്റെ അടുത്തെത്തുന്നു, അള്ളാഹുവുമായി സംസാരിക്കുന്നു, തിരിച്ചു വരുന്നു. ഇതാണ് ഇസ്രാ മിഅ്റാജ്. അപ്പൊ സ്വാഭാവികമായ സംശയം, ഇതെങ്ങനെ സംഭവിക്കും? ഈ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായ പ്രവാചകനാണ്, അദ്ദേഹത്തിന് സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹ് ഉപയോഗിച്ച പദപ്രയോഗം ശ്രദ്ധേയമാണ്. മുഹമ്മദ് നബി പോയി എന്ന് പറഞ്ഞില്ല, അസ്റാ ബിഅബ്ദിഹി, തൻ്റെ അടിമയെ അവൻ കൊണ്ടുപോയി. അപ്പൊ സംശയിക്കേണ്ടതില്ല. അസ്റ എന്ന വാക്കിന്റെ അർത്ഥം കൊണ്ടുപോയി എന്നാണ്, സ്വയം പോകൽ അല്ല. അപ്പൊ ആർക്കും സംശയമില്ല, കാരണം പടച്ചവൻ ആ കഴിവുണ്ട്. അള്ളാഹ് വിചാരിച്ചാൽ എന്താ സാധ്യമല്ലാത്തത്? ആരെ കൊണ്ടുപോയി? ബി അബ്ദിഹി, തൻ്റെ അടിമയെ കൊണ്ടുപോയി. ഇവിടെ അടിമ ആരാണ്? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സ്വപ്നയാത്രയാണോ അല്ല ശാരീരിക യാത്രയാണോ? അങ്ങനെ കുറെ പേർക്ക് സംശയമുണ്ട്. സ്വപ്നത്തിൽ പ്രവാചകൻ പോയതല്ലേ, അങ്ങനെ സ്വപ്നം കണ്ട് തിരിച്ചു വന്നതല്ലേ, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അവിടെയും അള്ളാഹ് കൊടുത്ത മറുപടി ബി അബ്ദിഹി. അബ്ദ്, അബ്ദ് എന്ന വാക്കിന്റെ അർത്ഥം ജഡവും ആത്മാവുമുള്ള ശരീരമാണ് അറബി ഭാഷയിൽ. അപ്പൊ സ്വപ്നയാത്രയല്ല. മിക്കവരും ചോദിക്കാറുണ്ട്, പ്രവാചകൻ സ്വപ്നം കണ്ടതല്ലേ? അങ്ങനെയൊക്കെ ഒരു വിശ്വാസക്കുറവ്. അങ്ങനെ വിശ്വാസക്കുറവ് വേണ്ട, കാരണം അള്ളാഹ് ഉപയോഗിച്ച പദപ്രയോഗം അബ്ദ് എന്നതാണ്. അബ്ദ് എന്നതിൻ്റെ അറബി ഭാഷ അറിയുന്നവർക്കറിയാം, അബ്ദ് എന്നതിൻ്റെ അർത്ഥം ജഡവും ആത്മാവുമുള്ള ഒരു ബോഡി. ആ ഡെഡ് ബോഡി അല്ല, മറിച്ച് എന്താ? ആത്മാവുള്ള ശരീരം. അപ്പൊ ആ ശരീരത്തെ അള്ളാഹ് കൊണ്ടുപോയി. ഇതാണ്. അപ്പൊ ആ സംശയം അവിടെ മാറിക്കിട്ടി. ആദ്യം എങ്ങനെയാണ് പോയത്? പ്രവാചകരെ ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുപോവുകയാണ്. എവിടേക്ക്? ഫലസ്തീൻ, അവിടെയുള്ള ബൈത്തുൽ മുഖദ്ദസ്, അവിടെയുള്ള മസ്ജിദുൽ അഖ്സ, അവിടെ എത്തി. അങ്ങനെ ആ സംഭവമൊക്കെ മൊത്തം പറയാൻ സമയമില്ല, അത് വേറെ പഠിക്കേണ്ടതാണ്. അവിടെ എത്തി. അങ്ങനെ അവിടെ തൊട്ടടുത്തൊരു പാറയുണ്ട്, ഖുബ്ബത്തു സുഹ്റ, ഒരു വലിയ, ഇന്ന് നമ്മൾ മസ്ജിദുൽ അഖ്സയുടെ ചിത്രം കാണുന്നുണ്ട്, ഫോട്ടോ കാണുന്നുണ്ട്. ശരിക്കത് മസ്ജിദുൽ അഖ്സയല്ല. നമ്മൾ കാണുന്ന ആ ചിത്രം ഖുബ്ബത്തു സുഹ്റയാണ്. മനോഹരമായ റൗണ്ട് രൂപത്തിലുള്ള ഒരു ചിത്രം കാണുന്നുണ്ട്. ശരിക്കും മസ്ജിദുൽ അഖ്സ അത്ര മനോഹരമായ ഒരു പള്ളിയല്ല. യുദ്ധത്തിലൂടെ തകർന്നും പൊട്ടിപ്പൊളിഞ്ഞും വൃത്തിഹീനമായി കിടക്കുന്ന ഒരു പള്ളിയാണേത്? മസ്ജിദുൽ അഖ്സ. അവിടെ യഹൂദരുടെ കയ്യേറ്റമാണ്. പക്ഷേ ചിത്രത്തിൽ കാണുന്നതോ, നമ്മൾ പുറമേ കാണുന്നത് ഖുബ്ബത്തു സുഹ്റയാണ്, ഒരു പാറയുടെ മുകൾ ഭാഗം. ആ പാറയുടെ മുകൾ ഭാഗത്ത് നിന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ബുറാഖ് എന്ന് പറയുന്ന പ്രത്യേകമായ, ഇന്നേ വരെ ആരും കാണാത്ത, റസൂല് മാത്രം കണ്ട ഒരു വാഹനത്തിൽ അദ്ദേഹം പിന്നെ സഞ്ചരിക്കുന്നത്. ബുറാഖ് എന്നൊരു വാഹനത്തിൽ ആ പാറയുടെ മുകൾ ഭാഗത്ത് നിന്നാണ് റസൂല് ആകാശയാത്ര പോയത്. കൂടെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഉണ്ട്. ആ പാറയുടെ ആ മുകൾ ഭാഗത്ത് പിന്നീട് വന്ന അമവി ഭരണകൂടം മനോഹരമായ ഒരു കൊട്ടാരം നിർമ്മിച്ചു. അതിൻ്റെ പേരാണ് ഖുബ്ബത്തു സുഹ്റ. നമ്മൾ ഇന്ന് മസ്ജിദുൽ അഖ്സ എന്ന പേരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അഖ്സയുടെ ചാരത്തുള്ള ഈ ഖുബ്ബത്തു സുഹ്റയാണ്. റസൂൽ പോയി, അഖ്സയിൽ വന്നു. അവിടെ പ്രവാചകന്മാരെ കണ്ടു, അതിനു മുമ്പ് വന്ന എല്ലാ അമ്പിയാക്കളെയും കണ്ടു. ആ അമ്പിയാക്കൾക്ക് ഇമാമ് നിന്നുകൊണ്ട് റസൂല് നമസ്കരിച്ചു. അവിടെ നിന്ന് റസൂൽ 7 ആകാശം, ഓരോ ആകാശത്ത് ചെല്ലുമ്പോഴും ഓരോന്നല്ല കാണിച്ചു കൊടുത്തു. 7 ആകാശം കടന്നു. സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന പ്രത്യേകമായ കവാടം അവിടെ എത്തിയപ്പോൾ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇനി എനിക്ക് അവിടേക്ക് പ്രവേശനമില്ല, താങ്കൾക്ക് പോകാം. പ്രവാചകൻ ഒറ്റയ്ക്ക് നടന്നു. അള്ളാഹുവിൻ്റെ ദർബാർ, അള്ളാഹുവിൻ്റെ കൊട്ടാരം, അള്ളാഹുവിൻ്റെ സിംഹാസനം, അവിടെ എത്തി. അള്ളാഹുവുമായി സംസാരിച്ചു. പോകുന്ന വഴിക്കും തിരിച്ചു വരുന്ന വഴിക്കും ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അള്ളാഹ് കാണിച്ചു കൊടുത്തു. ഇവിടെ ഓതി വെച്ച ആയത്തിൽ ലിനുരിയഹു മിൻ ആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഒരുപാട് കണ്ടു. അങ്ങനെയാണ് 5 നേരത്തെ നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടത്. അതിനു മുമ്പ് നമസ്കാരത്തിന് ക്രമമുണ്ടായിരുന്നില്ല. മിഅ്റാജ് വേളയിൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹ് കൊടുത്ത സമ്മാനമാണ് നമസ്കാരം. അത് 50 റക്അത്താണ് കൊടുത്തത്. അത് റസൂല് പറഞ്ഞിട്ട് 5 ചുരുക്കി എന്നൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. 50 വഖത്ത് താങ്ങാൻ കഴിയില്ല,
അപ്പൊ 5 വഖ്ത് നമസ്കരിച്ചാൽ 50 വഖ്തിന്റെ പ്രതിഫലമാണ് എന്നും ഹദീസ് ഗ്രന്ഥങ്ങൾ പറയുന്നു. ഈ 5 നേരത്തെ നമസ്കാരവുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവോട് സംസാരിച്ച, പക്ഷെ അള്ളാഹിനെ കണ്ടിട്ടില്ല. റസൂൽ അള്ളാഹുവിനെ കണ്ടിട്ടില്ല. കാണാതെ ഒരു മറയ്ക്ക് പിന്നിലാണ് സംസാരിച്ചത്. കാരണം മനുഷ്യരായി പിറന്ന സൃഷ്ടികൾ ദൈവത്തെ കണ്ടിട്ടില്ല, ഇന്നേ വരെ കണ്ടിട്ടില്ല, കാണുവാൻ പറ്റിയിട്ടില്ല. മൂസാ നബി അലൈഹിസ്സലാം കാണാൻ ആഗ്രഹിച്ചു, പക്ഷേ സാധ്യമായില്ല. അള്ളാഹ് അത് കാണിച്ചു കൊടുത്തു. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവുമായിട്ട് സംസാരിച്ചിട്ടേ ഉള്ളൂ. ഇതുപോലെ എൻ്റെ അടിമകൾ നീയുമായി സംസാരിക്കാൻ കൊതിക്കുന്നു. അപ്പൊ അള്ളാഹ് പറഞ്ഞു, 5 നേരം ഞാനുമായി സംസാരിക്കാമല്ലോ. അതാണ് നമസ്കാരം. ആ നമസ്കാരത്തിന്റെ മറ്റൊരു പേരാണ് മുനാജാത്തുൽ മുഅ്മിൻ, വിശ്വാസിയുടെ അഭിമുഖ സംഭാഷണം, അള്ളാഹുവുമായിട്ടുള്ള അഭിമുഖ സംഭാഷണം. അതിനങ്ങനെ പേരുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് അത്ഭുതങ്ങൾ കണ്ട അദ്ദേഹത്തിന് യഖീൻ അഥവാ വിശ്വാസത്തിൽ ഉറപ്പ് കിട്ടി. പ്രവാചകന്മാർ ഒരു കാര്യം പറയുമ്പോൾ അവർക്ക് പറയുന്ന കാര്യം സത്യമാണെന്ന് യഖീൻ വേണം. അപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കിതാബ്, ഖുർആന്, സുന്നത്ത്, പ്രാമാണികമായ ഗ്രന്ഥങ്ങൾ അവിടെ നിന്ന് ശേഖരിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്ന എനിക്കൊരു യഖീൻ വേണം. ആ യഖീൻ എനിക്ക് ഉണ്ടാവണമെങ്കിൽ ആ വിഷയത്തിൽ എനിക്ക് അറിവ് വേണം. അറിവില്ലെങ്കിൽ എനിക്ക് പറയാൻ കഴിയില്ല. ചോദ്യങ്ങൾ വരും, മറുപടി പറയേണ്ടി വരും. അപ്പം ഞാൻ നിങ്ങളോടൊരു സംഗതി പറയുമ്പോൾ അത് പരതി അന്വേഷിച്ച് കണ്ടെത്തി അതിൽ ഉറപ്പ് എനിക്കായ ശേഷമേ പറയാൻ പറ്റൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളോട് സംസാരിക്കുക, പരലോകത്തെ സംബന്ധിച്ച്, നരകത്തെ സംബന്ധിച്ച്, സ്വർഗത്തെ സംബന്ധിച്ച് പറയണമെങ്കിൽ നബിക്കൊരു യഖീൻ വേണം. അത് അല്ലാഹ് കാണിച്ചു കൊടുത്തു. ഇത് പ്രവാചകന്മാർക്ക് അല്ലാഹ് കാണിച്ചു കൊടുക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന് അല്ലാഹ് ആകാശ ഭൂമികളുടെ ആ ഒരു ഭരണവുമായി ബന്ധപ്പെട്ട മലക്കൂത്തെ സമാവാത്തി വല്ലർന്ന് അല്ലാഹ് കാണിച്ചു കൊടുത്തു. ഖുർആനിൽ ആയത്തുണ്ട്. അപ്പൊ അമ്പിയാക്കൾക്ക്, പ്രവാചകന്മാർക്ക് അവർ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് അവർക്ക് സ്വയം ബോധ്യപ്പെടാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ചില പ്രാപഞ്ചിക രഹസ്യങ്ങൾ കാണിച്ചു കൊടുക്കും, നമുക്ക് കാണിച്ചു തരില്ല. അതാണ് ഇസ്രാ മിഅ്റാജ്, അല്ലാതെ വേറൊന്നുമല്ല. അത് അല്ലാഹ് കാണിച്ചു കൊടുത്തു. റസൂൽ തിരിച്ചു വന്നു. ഇശാ നമസ്കാര ശേഷം പുറപ്പെട്ടതാണ്. സുബഹി നമസ്കാരം, അന്ന് നമസ്കാരം സംഘടിതമായിട്ട് പള്ളിയിലൊന്നും ഇല്ല. കാരണം നമസ്കാരം കിട്ടിയത് മിഅ്റാജ് വേളയിലാണ്. തിരിച്ചു വന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് ആദ്യമായി സംഗതി റസൂല് ആദ്യമായി തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കേട്ടപാടെ വിശ്വസിച്ചു. കാരണം റസൂലിനെ അല്ലാഹ് കൊണ്ടുപോയതാണ്. അതുകൊണ്ടാണ് സിദ്ദീഖ് എന്ന പേര്. അബൂബക്കറിന് സിദ്ദീഖ് അഥവാ കേട്ട കാര്യത്തെ റസൂൽ എന്ത് പറഞ്ഞാലും അത് ഉടനടി അംഗീകരിക്കുന്ന, സമ്മതിക്കുന്ന ഒരു പ്രകൃതം ഉള്ളത് കൊണ്ടാണ് സിദ്ദീഖ് എന്ന പേര് അദ്ദേഹത്തിന് കിട്ടിയത്. ഇത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്. ഇനി അവിടെ മറ്റൊരു സംശയം എന്താ? ഈ യാത്ര പോയത് ഏതു മാസമാണ്? നിങ്ങൾ കിതാബായ മുഴുവൻ കിതാബ് നോക്കിക്കോളൂ. റജബ് മാസമാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഒരു പണ്ഡിതനുമില്ല. മറിച്ച് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നു ഹിജറയ്ക്ക് 1 വർഷം മുമ്പ്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മദ്ഹബ്, ഷാഫിഈ മദ്ഹബിൽ വന്നിട്ടുള്ള കിതാബുകൾ, പണ്ഡിതന്മാർ. മറിച്ച് നോക്കാം, റജബ് മാസത്തിലാണ് മിഅ്റാജ് നടന്നത് ഉറപ്പിച്ച് ഒരു മഹാനും പറഞ്ഞിട്ടില്ല. പക്ഷെ അതെങ്ങനെ റജബ് 27 നമുക്കറിയില്ല. നമുക്കതറിയില്ല. റജബ് 27 പിന്നെ എങ്ങനെ സുന്നത്തായ നോമ്പുണ്ടായി? നമുക്കതറിയില്ല. കാരണം അന്ധവിശ്വാസങ്ങൾക്ക് രേഖയില്ല. അന്ധവിശ്വാസങ്ങൾ എങ്ങനെ ഉണ്ടായി കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇപ്പൊ റജബ് മാസത്തിലാണ് ഈ സംഭവം നടന്നത് എന്നതിന് രേഖയില്ല. നിങ്ങൾ കിതാബ് നോക്കിക്കുള്ള അറിയാവുന്നവരൊക്കെ നോക്കാം. അറബി അറിയാവുന്നവർക്ക് അഹ്ലുസുന്ന വൽ ജമാഅയുടെ കിതാബുകളുണ്ട്, ഒക്കെ അന്വേഷിക്കാൻ പരതാം. റജബ് മാസത്തിലാണെന്നില്ല. പക്ഷെ എന്തുണ്ട്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറ പോയല്ലോ, മദീനത്തേക്ക് ഹിജറ പോയി. എല്ലാ ഇമാമീങ്ങളും രേഖപ്പെടുത്തി വച്ചത് ഈ ഹിജറ പോകുന്നതിന്
1 വർഷം മുമ്പാണ് എന്തുണ്ടായത്? ഈ മിഅ്റാജ് ഉണ്ടായത്. ഇമാം നവവി, ഞാൻ തെളിവിന് വേണ്ടി ഒരു കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ തന്നെ ഇമാം ഷാഫിഈ മദ്ഹബിലെ ഇമാം ഇബ്നുൽ അത്വാർ അഷ്ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ വഖദ് ദക്കറ ബഅ്ദുഹും അന്നൽ മിഅ്റാജ വൽ ഇസ്റാഅ കാന ഫീ, കുറേ ആൾക്കാർ പറയുന്നു, അവർ രേഖപ്പെടുത്തി വെച്ചിരിക്കുക, കുറേ ആൾക്കാർ പറയുന്നു ഈ മിഅ്റാജും ഇസ്റാഉം നടന്നത് ഈ മാസത്തിലാണ് എന്ന്. വലം യുസ്ബത് ദാലിക, അത് സ്ഥിരപ്പെട്ടതല്ല. ആ കിതാബിലെ പരാമർശമാണ്. ഏത്? മിഅ്റാജും ഇസ്റാഉം നടന്നത് റജബ് മാസത്തിലാണെന്ന് കുറേ പേര്, ബഅ്ദുഹും വഖദ് ദക്കറ ബഅ്ദുഹും, കുറേ പേര് അങ്ങനെ പറയുന്നു, കുറേ ആളുകൾ അങ്ങനെ വിശ്വസിക്കുന്നു. പക്ഷേ ഇത് നടന്നത് ഏത് മാസത്തിലാണ്? വലം യുസ്ബത് ദാലിക, സ്ഥിരപ്പെട്ട അഥവാ കൃത്യമായി പറഞ്ഞ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. റജബ് മാസത്തിലെ ഷഅബാൻ 27 രാവിലെ നോമ്പുമായി ബന്ധപ്പെട്ട ഒരു വ്യാജ ഹദീസാണ്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സ്വാമ സാബിഅ വൽ 20 മിൻ റജബ്, റജബ് മാസം 27 തീയതി ആരെങ്കിലും നോമ്പെടുത്താൽ കുതിബ ലഹു സവാബു സിയാമി 60 ശഹ്റ, 60 മാസം നോമ്പെടുത്ത പുണ്യമാണ്. ഒരു ഹദീസ് ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്, മൗലൂ ആണ്, വ്യാജമാണ്, കെട്ടിച്ചമയ്ക്കപ്പെട്ട ഹദീസാണ്. 60 മാസം നോമ്പെടുത്ത കൂലിയാണ് ഷഅബാൻ റജബ് മാസം 27 തീയതി നോമ്പെടുത്താൽ. ഒരു ഹദീസ് നിങ്ങൾ വാട്സപ്പിൽ കാണാൻ കഴിയും. ഇപ്പം പ്രിയമുള്ളവരെ, അന്ധവിശ്വാസങ്ങളെ കരുതിയിരിക്കുക. നമ്മൾ പറഞ്ഞതിൻ്റെ അർത്ഥം നോമ്പെടുക്കേണ്ട എന്നല്ല, പക്ഷേ റസൂല് പഠിപ്പിക്കും. ഇത് റസൂല് പഠിപ്പിക്കുക, അള്ളാഹ് പഠിപ്പിക്കും, അത്രേ ഉള്ളൂ. വേറെ ആരും പഠിപ്പിക്കാൻ വരേണ്ട കാര്യമില്ല. കാരണം അള്ളാഹുവിൻ്റെ ദീനാണിത്. അത് പഠിപ്പിക്കേണ്ടത് അമ്പിയാക്കൾ, അവർ പറയും, അവരാ പഠിപ്പിക്കേണ്ട. അത് കൃത്യമായി നമ്മുടെ മുമ്പിൽ കിതാബിലും അല്ലാതെയൊക്കെ ഉണ്ട്. അത് പ്രകാരം നമുക്ക് ജീവിക്കാനേ പറ്റുള്ളൂ. അതല്ലാതെ വേറെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് പറഞ്ഞതല്ല. കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി ആ സുന്നത്ത് പ്രകാരം ജീവിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കാര്യങ്ങൾ നല്ല പോലെ പഠിക്കാനും മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ട് ജീവിക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ